ഈ ഒരു നോർമൽ ഫുട്ടേജിന് നമ്മൾ ഈ ഒരു കളർ ഗ്രേഡിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഫുട്ടേജ് ഞാൻ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഫുട്ടേജാണ്. ഇതിനെ നേരെ നമുക്ക് കളർ ഗ്രേഡിംഗ് ടാബിലേക്ക് കൊണ്ടുപോകും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക്വൂൾഫ് VFX സ്റ്റുഡിയോ. ഇതിനുവേണ്ടി നമ്മൾ നോഡ് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്യാം. നമ്മളിവിടെ നോഡുകൾ ആഡ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ കറക്ഷൻസ് ചെയ്താണ് അല്ലേ ഫൈനൽ ഔട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോഡ് ആഡ് ചെയ്യുന്നത്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എ നോഡ് കൊടുക്കുക, എന്നിട്ട് ആഡ് സീരിയൽ നോഡ് കൊടുക്കുക അല്ലേ. ആഡ് സീരിയൽ നോഡ് കൊടുക്കുന്നതിന് ഷോർട്ട് കട്ട് ഉണ്ട്. Alt+, Option+. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു നോഡ് അപ്പിയർ ആവും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോഡിനെ വൈറ്റ് ബാലൻസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, നോഡ് ലാബിൽ കൊടുക്കാം. ഞാൻ WB എന്ന് കൊടുക്കുകയാണ്. വാർണർ ബ്രോസ് അല്ല കേട്ടോ, ഇവിടെ വൈറ്റ് ബാലൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മഞ്ഞൊക്കെ മൂടിയ പോലെ മങ്ങി കിടക്കുന്ന ഒരു കളർ കാണാൻ പറ്റില്ല. ഇതൊരു ലോഗ് ഫുട്ടേജ് പോലെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് വന്ന് അവിടെ പ്രൈമറി വീൽസ് കാണാൻ പറ്റും. പ്രൈമറി വീൽസിൻ്റെ അകത്ത് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റില്ല. അതിൽ താഴെയായിട്ടൊരു സ്ക്രോൾ വീൽ ഉണ്ട്. അതിന് നമുക്ക് വൈറ്റിൻ്റെ കളറുകൾ ബാലൻസ് ചെയ്യാനുള്ള വീലാണിത്. അപ്പോൾ ഞാൻ ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചിട്ട് എനിക്ക് വേണ്ട ഒരു പാകത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഓവറാക്കരുത്, ഓവറാക്കിങ്ങനെ കറുത്ത് പോകില്ലേ. അപ്പോൾ എനിക്ക് എത്രത്തോളം വേണം ഇത്രത്തോളം മതി എന്ന് കരുതുക. ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോഴും എനിക്ക് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുടിയുടെ അവിടെ കറുത്ത് കിടക്കണ്ടല്ലേ, അതൊന്ന് വെളുപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ താഴെ ഒരു ഷെയ്ഡ് കണ്ടോ, ഷാഡോ എന്നുള്ള ഈ ഷെയ്ഡ് ഇത്തിരി പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഏകദേശം ആ ഒരു മുടി കിട്ടി. ഇത്രയും മതി എന്ന് കരുതുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ഹ്യൂ വെസ് സാച്ചുറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റീനെയിം ചെയ്യാം. ഹ്യൂവിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇലയുടെ ഹ്യൂ ആണ് മാറ്റേണ്ടത്. അപ്പോൾ എനിക്കറിയാം ഈ ഇല എന്ന് പറഞ്ഞ് പച്ച കളറാണല്ലേ, പക്ഷേ ശരിക്കും അത് പച്ച കളറല്ല കേട്ടോ, അതൊരു മഞ്ഞ കളറാണ്. അത് സംശയം തീർക്കണമെങ്കിൽ ഞാനിതിൽ ഒന്ന് കളർ പിക്കർ എടുത്ത് കാണിച്ചു തരാം. അതിനായും തന്നെ നമ്മുടെ കർവിൻ്റെ അകത്ത് വരിക. കർവിൽ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹ്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഒരു കളർ പച്ച കളറിനൊന്ന് പിക്ക് ചെയ്ത് നോക്കിയേ. കണ്ടോ, പച്ച കളറല്ല, ആക്ച്വലി ഇതൊരു മഞ്ഞ കളറാണ്. കണ്ടോ, ഈ മഞ്ഞയിൽ മാറ്റം വരുത്തുമ്പോഴാണ് അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ മാനുവലി പിക്ക് ചെയ്യാം. ഇവിടെ മഞ്ഞ ഇവിടെ പിക്ക് ചെയ്തിട്ട് ഈ ഓറഞ്ച് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കട്ട് ചെയ്യണം കേട്ടോ. കാര്യം എന്താണ്, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടോണാണ് ഓറഞ്ച്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓറഞ്ച് മാറ്റുമ്പോൾ കണ്ടോ കളർ മാറിപ്പോകുന്ന സ്കിന്നിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓറഞ്ച് സ്കിൻ അവിടെ വെച്ചുകൊണ്ട് നേരെ യെല്ലോ ഗ്രീന് കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുപ്പിക്കാം. എന്നിട്ട് യെല്ലോ ഗ്രീനിൽ ചെറിയൊരു മാറ്റം വരുത്താണ്. ഞാൻ മേലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റെഡ് കളറാവും, താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബ്ലൂ കളറാവും. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ തമിഴ്നാട്ടിൽ കാണിച്ചേക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പച്ച കളറൊക്കെ ഇവിടേക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ പച്ചനെ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ചെറിയൊരു പോയിന്റ് കൂടെ താഴോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഓറഞ്ചിലേക്ക് കുറച്ചുകൂടെ വരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഒരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആദ്യത്തെ കളർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, പുതിയൊരു നോഡും കൂടി ആഡ് ചെയ്യാണ്. Option+, Alt+. അതിനെനിക്ക് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാറ്റ് എന്നുള്ളൊരു പേര് കൊടുത്തു, സാച്ചുറേഷൻ. അപ്പോൾ ഈ ഒരു നീലയുടെ സാച്ചുറേഷൻ മാത്രമാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ. അപ്പോൾ ഇതിൽ ഹ്യൂ എന്നുള്ള തൊട്ടിപ്പുറേക്ക് ഹ്യൂ വെസ് സാച്ചുറേഷൻ കാണാൻ പറ്റും. ഹ്യൂ വെസ് സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ പച്ചയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നീലയായിരിക്കും ഇപ്പോൾ ഇവിടെ സെലക്ട് ആവും അല്ലേ. ഇവിടെ പച്ച മഞ്ഞൊക്കെ മാറി ഇവിടേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി അവിടെ മാറ്റം വരുമോ നോക്കാം അല്ലേ. ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ കളറിൻ്റെ മാറ്റം വന്ന ശേഷമുള്ള കളറിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഓക്കെ, അതായത് പച്ച നീലയായി കഴിഞ്ഞിരിക്കുന്നു. നീലയിലാണ് ചെറിയ കളർ മാറ്റങ്ങൾ ഇതാക്കണ്ട. താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ വൈഡാക്കി വെക്കാം അല്ലേ. ഇപ്പോൾ കണ്ട ആ പച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, പച്ചയുടെ കളറ് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് കുറച്ച് കയറ്റി വെക്കുകയാണ് നീല കളറിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ജയസൂര്യ പറഞ്ഞ പോലെ ഭംഗിക്ക് വേണ്ടി ഒരു മുട്ട വെക്കാമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കളർ കൊടുത്തു. ഇനി അടുത്തൊരു കളർ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു നോഡും കൂടെ ആഡ് ചെയ്തു. ഇവിടെ സ്കിൻ ടോൺ ആണ്. സ്കിന്നിൻ്റെ സാച്ചുറേഷൻ ആണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്കിൻ സാറ്റ് എന്ന് അടിച്ചിട്ട് ഞാൻ ഇവിടെ സ്കിന്നിൻ്റെ സാച്ചുറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എനിക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി സ്കിന്നിനൊന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ ഓൾറെഡി സാച്ചുറേഷൻ കർവിലാണുള്ളത്. അപ്പോൾ ഇവിടെ റെഡാണ് പിക്കായേക്കുന്നത്. എന്നാലും കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ച് നമുക്ക് എപ്പോഴും സ്കിന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് വൈഡാക്കി പിടിക്കണം കേട്ടോ. അത് മഞ്ഞയിലേക്ക് കയറിയിട്ട് ഈ ഒരു ഇലേനെ ബാധിക്കാത്ത രീതിയിൽ ഇത്തിരി സാച്ചുറേഷൻ ഇതേപോലെ കൂട്ടാം കുറയ്ക്കാം. നമുക്കിപ്പോൾ ഇത്തിരി കൂട്ടി വെക്കാം. അപ്പോൾ ഒരു വെറൈറ്റി കളർ കിട്ടും അല്ലേ. ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കിട്ടി. ഇനി നമുക്ക് വേണേൽ ഫൈനലായിട്ട് ഇതിൻ്റെ കളറൊന്ന് കുറച്ച് ഡാർക്കിഷ് ആക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു നോഡിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കളർ കർവിൻ്റെ അകത്ത് വരാം. ഫസ്റ്റ് ഓപ്ഷൻ കളർ കർവിൽ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എനേബിൾ സ്പ്ലൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സ്പ്ലൈൻ കൺട്രോളർ കിട്ടും. അതിൻ്റെ ഇച്ചിരി ഹൈലൈറ്റ് ഒക്കെ കുറച്ച് നമുക്ക് ഇത്തിരി ഷാഡോ പോയിൻ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിലേക്ക് കൊണ്ടുവരാം അല്ലേ. ഭംഗിയുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതിനോടും കുറച്ചും കൂടെ ഡാർക്കിഷ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ സ്കിന്ന് നമുക്ക് കുറച്ച് കറുത്ത് പോയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ഡള്ളായി പോയി തോന്നുകയാണെങ്കിൽ നമ്മൾ സ്കിൻ സാച്ചുറേഷൻ കഴിഞ്ഞ ശേഷം ഈ ലാസ്റ്റ് ഔട്ട് എടുത്തതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്കിൻ സാച്ചുറേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു നോഡ് ആഡ് ചെയ്ത് അവിടെ സ്കിൻ ലൂമിനൻസിനെ ആഡ് ചെയ്യാം.
സ്കിന്ന് ല്യൂമ എന്ന് പറയും, സ്കിൻ ലൂമിനൻസ്. ഓക്കെ, സ്കിൻ ലൂമിനൻസ് പറഞ്ഞാൽ ഇവിടുന്ന് 4ാമത്തെ ഓപ്ഷനാണ് ഹ്യൂവസ് ലൂമിനൻസ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി കൂടെ ഓറഞ്ചിലേക്ക് കൊണ്ടുവരിക. ലൂമിനൻസ് ഇത്തിരി കയറ്റി കൊടുക്കേണ്ടതാ. ഈ ലൂമിനൻസ് കൂട്ടുന്ന സമയത്ത് സ്കിൻ ഇത്തിരി കൂടി ഷൈനി ആവും. അതേപോലെ ഇതിൻ്റെ ലൈറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ലൂമിനൻസിൽ നീലേൻ്റെ ലൂമിനൻസ് ക്ലിക്ക് ചെയ്യുക. ലൂമിനൻസ് ഇതേപോലെ കുറയ്ക്കാം, കൂട്ടാം. കണ്ടോ, ലൂമിനൻസ് ലേശം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വേറെ സ്റ്റൈൽ കിട്ടും. നിങ്ങൾക്ക് ഈ കളർ ഗ്രേഡിൻ്റെ പ്രീസെറ്റ് അതായത് ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിലോ ടെലഗ്രാമിലോ വെബ് പേജിലോ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആഡ് ചെയ്യാം. അത് നോക്കി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് ID, വാട്സപ്പ് ID, ടെലഗ്രാം ID, അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഓർഡർ ആയിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.